കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാപ്പുകളാണ് ഇതെല്ലാം. ഈ വെള്ളം ഇതുവഴി വരും, കുഞ്ഞുങ്ങളത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഓഫ് ചെയ്യുമ്പം പിന്നെ യൂസ് ചെയ്യത്തില്ല കുഞ്ഞുങ്ങൾ. അത് ഈ വെള്ളം വരുന്ന പൈപ്പ് ഒടിച്ചിട്ടിട്ടുണ്ട് കണ്ട ഇങ്ങനെ. പിന്നെ ഈ ടാപ്പുകളെല്ലാം വേണ്ട കിടക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ദാണ്ട് ഇതവിടെ എല്ലാം കിടക്കുന്ന കണ്ടില്ലേ. ഇത് ഏതൊക്കെയോ പൈപ്പ് കൊണ്ടുപോയി. എല്ലാം പ്രവർത്തിക്കുന്നതാ. വാളകം ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം. സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന CCTVയും ക്ലാസ് മുറിയിലെ ജനാല ചില്ലുകളും കുട്ടികൾ കൈകഴുകുന്ന പൈപ്പുകളും അടിച്ചു തകർത്ത നിലയിൽ കാണപ്പെട്ടു. ഇന്ന് പ്രവേശനോത്സവ ദിവസമായിട്ട് ഇന്ന് സ്കൂളിൽ രാവിലെ വന്നപ്പോൾ ഇവിടെ വന്ന സ്കൂളുകൾ ക്ലാസ് തുറന്നു നോക്കിയപ്പം ഗ്ലാസിൻ്റെ ജനലൊക്കെ അടിച്ച് പൊട്ടിച്ച് ക്ലാസ്സിൽ മൊത്തം കുപ്പിച്ചില്ലൊക്കെ തെറിച്ച് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ പൈപ്പും എല്ലാം തല്ലിപ്പൊട്ടിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പിട്ട് ഞാൻ ഇവിടെ വന്നായിരുന്നു. അന്നേരം സ്കൂൾ തുറക്കുന്നതിനനുബന്ധമായിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി, എല്ലാം പൈപ്പെല്ലാം ശരിയാക്കി, എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടിരുന്നതായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയും ഇവിടെ പൂട്ടിയിട്ട് പോയപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെയോ മെനഞ്ഞാന്നോ ശനിയോ രാത്രിയോ ഏതോ ഒരു ദിവസം, ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ട് 2 ക്ലാസ് റൂമുകളിൽ ജനലിൻ്റെ ചില്ലുകളെല്ലാം അടിച്ചു പൊട്ടിച്ചു, പൈപ്പെല്ലാം അടിച്ചു പൊട്ടിച്ചു. ഇത് ആരായാലും കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ സ്കൂളുകളിൽ ഇത്രയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നും അറിയത്തില്ല. ഇത്രയും നല്ലൊരു ദിവസമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതിന് തക്കതായ ശിക്ഷ കിട്ടണം, അവരെ കണ്ടുപിടിക്കണമെന്നാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ഉമ്മനി പഞ്ചായത്ത് വാളകം 7-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിലാണ് വാളകം GLP സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ എല്ലാം സ്കൂൾ അലങ്കരിച്ചിട്ട് പോയതാണ്. ഞാൻ ഉൾപ്പെടെ PTA മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരോടും പങ്കെടുത്തിരുന്നു. പോയിട്ട് ശനിയാഴ്ച വരണ്ടല്ലോ എന്ന് വിചാരിച്ച്, ടീച്ചർമാർക്ക് വരാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെ എല്ലാം ഒരുക്കങ്ങൾ കഴിഞ്ഞ് പോയിട്ട് പിറ്റേന്ന് ഒരു സ്റ്റാഫ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളായിരുന്നു. അപ്പം അതിന് ഇപ്പം പുറത്തെങ്ങനെ നോക്കിയൊന്നും അതൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് പ്രവേശനോത്സവത്തിന് ഇങ്ങോട്ട് പങ്കെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടുന്ന് കോള് വന്നു. ഇവിടുത്തെ ടീച്ചർ വിളിച്ചു പറഞ്ഞു, ഇതേപോലെ നമ്മുടെ സ്കൂളിൽ ഇന്നലെ ആരോ കയറി, ആരോ എന്നല്ല, സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ്. എന്ന് വെച്ചാൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ തന്നെ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ സ്കൂളുമായിട്ട് ഒരു പുറത്തുമായിട്ടൊരു പ്രശ്നത്തിനും പോകാത്ത ഒരു ഇതാണ്. അല്ലെങ്കിൽ ഇപ്പം വലിയ ഒരു UP അല്ലെങ്കിൽ HSO അങ്ങനെയുള്ള സ്കൂളുകളാണെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യം വെച്ചായിരിക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷെ 4-ാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ കയറി സാമൂഹ്യ വിരുദ്ധ ഇത്തരത്തിലൊരു അക്രമം കാണിച്ചത് അത് തികച്ചും സാമൂഹ്യ വിരുദ്ധം എന്ന് തന്നെ പറയാം. അത് തന്നെയാണ്. എന്താണ് ഇതിന്റെ ചേതോ വികാരമെന്ന് നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും ഇതിന് നടപടികൾ കൈക്കൊള്ളും. നമ്മൾ 8 പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്, സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരെ പിടിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞാനിന്ന് രാവിലെ ക്ലാസ് തുറന്നപ്പോൾ 4-ാം ക്ലാസ് തുറന്നപ്പോൾ ഇങ്ങനെ കുപ്പിച്ചില് ക്ലാസ്സിലേക്ക് കിടക്കുന്നു. അപ്പോഴും ഞാൻ കയറാൻ തുടങ്ങി. പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ മെമ്പർ പറഞ്ഞു തൽക്കാലം കയറണ്ട. പിന്നെ ബാക്കി വന്നപ്പോൾ ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നു. ഈ ടോയ്ലറ്റ് പൊളിച്ച് വെച്ചേക്കുന്നു കൂട്ട്. പിന്നെ ഞാൻ തുറന്നില്ല ഇങ്ങോട്ടൊന്നും. പിന്നെ വേണ്ട ആ ടാപ്പുകൾ മുകളിൽ ഇവിടെ അടിച്ചു പൊട്ടിച്ച് ഗ്ലാസ് മുകളിൽ എറിഞ്ഞതാണെന്ന് തോന്നുന്നു. ഗേറ്റുള്ളതാ, ഇതുവഴിയാണ് വന്നതാവാ. എന്തായാലും ഫ്രണ്ടിലൊന്നും ചെയ്തിട്ടില്ല, ഫ്രണ്ടിലൊന്നുമില്ല. ക്യാമറ വലിച്ചിങ്ങി താഴ്ത്തിട്ടുണ്ട് പൊട്ടിച്ച്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ ജീവനക്കാർ രാവിലെ സ്കൂൾ തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്.